വേനൽ ചൂടിൽ പാലക്കാട് ജില്ല ചുട്ടുപൊള്ളുകയാണ്. അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുന്നു എന്ന് പറയുന്നത് പാലക്കാടിനെ ആസ്പദമാക്കിയാണ്. തീവ്ര ഉഷ്ണതരംഗത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ ജില്ല. കനത്ത ചൂട് മൂലം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ ജീവിതം ദുസ്സഹമായി മാറുകയാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, വെന്തുരുകുകയാണ് എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് ആണ് ബാധകമാവുന്നത്. എങ്ങനെയാണ് പാലക്കാട്ടുകാർ ഇനി ഈ ചൂടിനെ അതിജീവിക്കാൻ പോകുന്നത്? ഓട്ടോറിക്ഷക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ? എന്താ അവരുടെ പ്രതികരണമൊക്കെ നമുക്കൊന്ന് എടുക്കാം ഇക്ബാൽ. അരുൺകുമാർ, ശരിയാണ്. വെന്തുരുകുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത്ര കാലം വാക്കുകളിൽ മാത്രം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് പാലക്കാട്ടുകാർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മാംസം മാത്രമാണ് വേവാനുള്ളത്. ഏകദേശം പുറമെല്ലാം വെന്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ പല ആളുകളും പുറത്ത് ഇറങ്ങാൻ തന്നെ മടിക്കുകയാണ്. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരോടെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാം പറയുന്നത് വലിയ രീതിയിൽ ഈ തിരക്ക് കുറവായത് അവരെ എല്ലാം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. വലിയ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? തിരക്ക് ഭയങ്കരമായത് കുറവാണ്. ആൾക്കാരൊന്നുമില്ല, ഓട്ടോറിക്ഷയിൽ കയറാനൊന്നും ആളുകളില്ല. പിന്നെ ഭയങ്കര ചൂട്. 12 മണി കഴിഞ്ഞാൽ നിൽക്കാൻ സാധിക്കില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഈ ചൂട് ഇതിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്? ഇത്ര ചൂട് അനുഭവിച്ചിട്ടില്ല. ഇപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം ഭയങ്കര ഓട്ടോയിൽ കയറുന്ന ആളുകളൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും പറയുന്നത് തന്നെയാണ്, പാലക്കാട് ഭയങ്കര ചൂടാണ്. അതിന് ആൾ വേണ്ട റോട്ടിൽ. 12 മണി കഴിഞ്ഞ ഒരു മനുഷ്യന്മാരില്ല, പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ടൊക്കെ ഒരു അവസ്ഥ പോലെയാണ് അരുൺകുമാർ. ശരിക്കും ഒരു രാവിലെ 11 മണിയൊക്കെ കഴിഞ്ഞാൽ പുറത്തൊന്നും റോട്ടിലൊന്നും ഒരാളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വെള്ളം കുടിച്ചിട്ടൊക്കെ തന്നെ ഈ ചൂടിനെ ഇതാക്കുകയാണ്. വെള്ളമില്ല പറഞ്ഞാൽ പാലക്കാട് ജില്ലയില്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. പിന്നെ പറയുമ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഈ ചൂട് കാരണം സമയം 8:30 ആയിട്ടുള്ളൂ. 12-1 മണിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വേർത്തൊലിക്കൽ, കുളിക്കൽ. ഇപ്പോൾ കുളിക്കാൻ വലിയ പണിയൊന്നുമില്ല, സോപ്പെടുത്ത് തേച്ചാൽ മതി, അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ പേഴ്സോ മൊബൈലോ മറന്നാലും വള്ളക്കുപ്പി മറക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഉഷ്ണമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഹ്യൂമിഡിറ്റി, അത് ഉഷ്ണം തന്നെ, അഥവാ ഒരു പുഴുക്കം വരില്ലേ, അതാണ് ഈ വേർപ്പിന് ഉള്ള പ്രശ്നം. വേർത്തൊലിക്കുകയാണ് ജനങ്ങൾ. ഇപ്പോൾ സമയം 8-8:30 ആവണുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളും അനുഭവിക്കുന്നതല്ലേ ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളത്. അത്ര ചൂടാണ്. ചൂട് കൊണ്ട് കാര്യമില്ല. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ട് എത്ര ചൂടാണെച്ചാലും അതിന് പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ആൾക്കാരാണ് പാലക്കാട് ജില്ലക്കാർ. സ്കൂളുകൾക്കും കൂടി അവധി കൊടുത്തിരിക്കുകയാണ്, മദ്രസകളൊക്കെ പൂട്ടി. ഇനിയിപ്പോൾ തിരക്ക് വലിയ രീതിയിൽ നിങ്ങൾ ബാധിക്കും അല്ലേ? തിരക്ക് കുറഞ്ഞത് ഇതിപ്പോൾ വെക്കേഷനായിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആയി. എന്നിട്ട് തന്നെയാണ് അവസ്ഥ. ചൂട് കാരണം ജനങ്ങൾ റോട്ടിലേക്കില്ല. ഇനി വൈകിട്ട് ഉണ്ടാവുള്ളൂ ആൾക്കാർ. കാണുന്നില്ല, നോക്കി അന്തരീക്ഷം നിങ്ങളങ്ങനെ കണ്ടോളേ. ഇതാണ് ഓട്ടോക്കാരുടെ ഈ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പാലക്കാട്ടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഈ പാലക്കാട് ഈ KSRTC റോഡിലേക്ക് ഞാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഒരാളും ഇല്ല. വളരെ തിരക്ക് കുറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് മുഴുവൻ വാഹനങ്ങളെ കൊണ്ട് തിരക്ക് കാരണം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഒരാളുകളും റോട്ടിലേക്ക് ഇറങ്ങാത്ത സ്ഥിതിയിലേക്ക് ഏതായാലും മറ്റു ജില്ലകളിൽ ഈ പാലക്കാട് വന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു മാറ്റമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ബസ്സിലൊന്നും യാത്രക്കാരില്ല, ഓട്ടോറിക്ഷയിൽ യാത്രക്കാരില്ല, കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു, 2 വീലറിൽ വരുന്ന ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യാത്രക്കാരൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പാലക്കാട് എത്തുമ്പോൾ. ആ ജില്ലകളിലും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പാലക്കാട് വരുമ്പോൾ വളരെ പെട്ടെന്ന് ആ ചൂട് അറിയാൻ സാധിക്കുന്നു, ഹൈവേയിലൂടെയൊക്കെ വരുന്ന സമയത്തല്ലേ ഇക്ബാൽ? അരുൺകുമാർ, ഞാൻ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചത് ഇവിടെ കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരെല്ലാം അവർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഷോൾ ഉപയോഗിച്ച് തല മുഴുവൻ മൂടിയിരിക്കുകയാണ്. ഈ ചൂട് എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോയമ്പത്തൂർ. എങ്ങനെയുണ്ട് പാലക്കാട്ടെ ചൂട്? എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്, ഭയങ്കര ചൂടാ. കോയമ്പത്തൂർ ചൂടുണ്ടോ? ഇത്രയും ചൂടില്ല. പാലക്കാടാണ് കൂടുതൽ ചൂടായിട്ട് തോന്നുന്നത്, കോയമ്പത്തൂർ ഇത്ര ഇല്ല. ഷാളിട്ട് മുഖം മറച്ച് നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അതെ 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 അതെ, നല്ല ചൂട്. കോയമ്പത്തൂർ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ചൂട് എങ്ങനെയുണ്ട്? പാലക്കാട് ചില ഗംഭീരമായിട്ടുണ്ട്. പാലക്കാട് ഉഷ്ണമാണോ കൂടുതൽ? ഉഷ്ണം അവിടെ വയർക്കില്ല, ഇവിടെ ഉഷ്ണം ഭയങ്കര കൂടുതൽ. ഇതൊന്നും വിഷയമല്ലാട്ടാ. ഞങ്ങളിതൊക്കെ താങ്ങാനുള്ള ഞങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉള്ളതിനെ കൊണ്ട് പാലക്കാട് ഒരു ഇത് താങ്ങും. വയർക്കുന്നുണ്ടല്ലോ. വയർക്കും. പിന്നെ 45 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ വയർക്കാണ്ടിരിക്കും കേട്ടാ. ഇത് താങ്ങും പാലക്കാട്ടുകാർ. എന്നാലും കുറച്ച് പ്രശ്നമാണ് കിട്ടുള്ളൂ ചേട്ടാ. ഇതാണ് പാലക്കാട്ടുകാരുടെ ഒരു പ്രതിരോധ ശേഷി കൊണ്ട് വന്നാണ്. പക്ഷെ വേർക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ പറഞ്ഞത് 45 ഡിഗ്രി ചൂടിൽ ആരാണെങ്കിലും വേർത്ത് പോകുമെന്നാണ്. ഇതാണ് പാലക്കാട്ടുകാരുടെ അവസ്ഥ. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ചൂടിന് എവിടെയെങ്കിലും ഒരു ഇടവേള ഉണ്ടോ ചോദിച്ചാൽ എവിടെ ഇടവേളയില്ല. രാത്രി കാലഘട്ടത്തിലും പാലക്കാട് ഇത് തന്നെയാണ് ചൂടിൻ്റെ അവസ്ഥ. ഒരു ദിവസം ഒരു ചുരുങ്ങിയത് ഒരു 3-4 തവണയെല്ലാം കുളിക്കേണ്ട രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്രയും വിയർക്കുന്നൊരു അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റായ വിനു സിയൻ എന്നോട് പറയുകയായിരുന്നു, നടക്കുമ്പോൾ ഒരിക്കലും പിന്തിരിഞ്ഞ് നടക്കരുത്, കാരണം അത്രയും ഉഷ്ണിച്ചുകൊണ്ട് ബാക്കിൽ മുഴുവൻ
മുഴുവൻ വിയർത്തൊലിച്ചിരിക്കുകയാണ്. അത് ഫ്രെയിമിൽ കാണും. അതുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കരുത് എന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ചൂട് കാരണം പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഒഴികെയുള്ളൂടെ പാലക്കാട് ഓറഞ്ച് അലേർട്ടാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലയിൽ കരുതൽ ശേഖരത്തിൽ നിന്നാണ് നിലവിൽ ആളുകൾക്കുള്ള ദാഹജലം അതോറിറ്റികൾ എത്തിക്കുന്നത്. ജൂലൈ പകുതി വരെ നൽകാനുള്ള വെള്ളം മാത്രമാണ് മലമ്പുഴ ഡാമിൽ ഉള്ളത്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കാര്യമായിട്ടുള്ളൊരു വേനൽ മഴ ലഭിച്ചിട്ടില്ലെങ്കിൽ പാലക്കാട്ടെ അവസ്ഥ വളരെ ദുർഘടമാകും എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. കുഴൽക്കിണറുകൾ അടക്കം വറ്റിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ കാലങ്ങളായി ഒരു വേനലും കൊടും വേനലിൽ പോലും വറ്റാതെ കിടക്കുന്ന കിണറുകളും കുഴൽക്കിണറുകളും പുഴകളെല്ലാം വറ്റി വരണ്ടു. ആളയാറിൽ നിന്നുള്ള വെള്ളം എത്തിയില്ലെങ്കിൽ ചിറ്റൂരിലുള്ള ആളുകൾക്കെല്ലാം ഇനി വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അട്ടപ്പാടിയിൽ വാഹനങ്ങളിൽ ജലം എത്തിച്ചാണ് അവിടെയുള്ള ഊരുകളിലുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പാലക്കാട്ടുകാർ മുഴുവൻ ഒരു വേനൽ മഴ കാത്തു നിൽക്കുകയാണ് അരുൺകുമാർ.